ഇതൊരു ഹ്യൂമൻ സ്റ്റോറി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സൈബർ ലോകത്തിൻ്റെ മനുഷ്യരുടെ പ്രതികരണം എന്നാണ്. ആ തള്ളയുടെ തള്ളയ്ക്ക് വിളിക്കും, ഉറപ്പല്ലേ? ഉറപ്പായും ആ തള്ള ഇങ്ങനെ നിങ്ങളൊരു തള്ളയാണോ, നിങ്ങളൊരു അമ്മയാണോ എന്നുള്ള സാധനങ്ങളായിരിക്കും വരും. ധാർമ്മിക രോഷം കത്തിപ്പടണം. ഇവിടെ നമുക്ക് പഞ്ചിനോടുള്ള അനുതാപം, അതാണ് നമുക്ക് ഭയങ്കരമായൊരു ഇതെല്ലാം നമ്മുടെ ഹ്യൂമൻ കോൺഷ്യസിൽ നിന്നിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. കുരങ്ങായതുകൊണ്ട് തള്ളയ്ക്ക് വിളിച്ചില്ല, പക്ഷേ നമുക്ക് ആ കുട്ടി കുരങ്ങിനോട് ഇത് തോന്നുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മക്കാക്ക് എന്ന് പറയുന്നൊരു കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവിയാണ്. ഇവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഇതിൽ പ്രധാനമാണ്. ഞാൻ അത് പിന്നെ നോക്കി ഇതെന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഒരു തള്ള എന്തിനാണ് ഇതിനെ ഇഗ്നോർ ചെയ്യുന്നുള്ളൊരു അത് നോക്കുമ്പോൾ വെച്ചാൽ അവരുടെ സോഷ്യൽ സ്ട്രക്ചർ ഭയങ്കര ഡെസ്പോട്ടിക്കാണ്. അതായത് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായൊരു സാമൂഹിക ഘടനയാണ് അതിലുള്ളത്. ഏറ്റവും മുതിർന്നൊരു തള്ളക്കുരങ്ങായിരിക്കും, അതിന് കീഴിൽ കുറേ ആൺകുരങ്ങളുണ്ടാവും, കുട്ടികളൊക്കെ ഉണ്ടാവും. തള്ളക്കുരങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം. പക്ഷേ ഈ പഞ്ചിൻ്റെ അമ്മ ഒരു ആദ്യമായിട്ട് പ്രസവിക്കുന്നത്, ഫസ്റ്റ് പ്രസവത്തിലാണ് ഈ പഞ്ചുണ്ടാവുന്നത്. അപ്പം അവരുടെ ഒരു സാമൂഹിക ഘടനയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് തള്ളക്കുരങ്ങുമാർ ഈ പ്രായം കുറഞ്ഞ, അതിൽ സോഷ്യൽ സ്ട്രക്ചറിൽ താഴെ നിൽക്കുന്ന കുരങ്ങുകളെ വല്ലാണ്ട് അപഹസിക്കുകയും അവരെ ആക്രമിക്കുകയോ ചെയ്യും. അപ്പം നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഇതെന്താണെന്ന് തോന്നും, പക്ഷെ അത് അവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെടും. അപ്പോൾ എന്തുകൊണ്ട് ഈ തള്ളക്കുരങ്ങ് അതിനെ തള്ളിക്കളയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പ്രസവത്തിൽ ഉണ്ടാകുന്നൊരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആദ്യത്തെ പ്രസവത്തിൽ ഉണ്ടാകുന്ന അമ്മമാർ, അവർക്ക് ഈ പറയുന്ന പോലെ ഈ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൃത്യമായിട്ട് വരണമെന്നൊന്നുമില്ല. പല കാരണങ്ങളാൽ. ചിലപ്പോൾ ഈ കുഞ്ഞുണ്ടാകുന്നത് ചൂട് കാലത്താണെന്നാണ് പറയാം. ഈ ചൂട് കൂടുമ്പോൾ ഇതിനുണ്ടാകുന്ന ഫിസിക്കൽ റെസ്റ്റ്ലെസ്നെസ് ഈ തള്ളക്കുണ്ടാവുന്ന അതായിരിക്കും ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു സാധനം കൂടിയുണ്ട്. അതായത് കുറേ കുഞ്ഞുങ്ങളുണ്ടാവുന്നു, അതിൽ ഏതെങ്കിലും കുഞ്ഞ് വീക്കാണെന്ന് കരുതുക, ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ പെരുമാറാനൊക്കെ വീക്കാണ്, ആരോഗ്യമില്ല, സർവൈവ് ചെയ്യില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവരതിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ കൂടുതൽ സമയം മറ്റു കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഈ മനുഷ്യൻ്റെ ഒരു നീതിബോധത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പ്രകൃതി അങ്ങനെയാണ്. പ്രകൃതി ഭയങ്കര റോയാണ്.